മുതൽ തുടങ്ങാം. ഇന്ന് ക്യാമ്പിൽ നടന്ന ഒരു അപകടം. പൂളിൽ മന്തി കളിച്ച് ബോളിൽ നേടിയേറ്റ് വെള്ളത്തിൽ വീണ് കോശി. അത് രക്ഷിക്കാൻ ചാടിയത് റീബോയ് ചെറിയൻ. റീബോയ് ചെറിയനെ പറ്റി നമുക്കറിയില്ല. വേൾഡ് ഗിന്നസ് റെക്കോർഡ് ബുക്കില് ഏറ്റവും പൊക്കമുള്ള ഉയരമുള്ള മനുഷ്യനായ റെക്കോർഡ് സൃഷ്ടിച്ചവനാണ്. അത് കണ്ട് തന്റെ വീരകൃത്യം കണ്ട് ടൈറ്റസ് ജോർജ് റീബോയ് ചെറിയന് ബൈബിൾ ക്വിസിന് ലഭിച്ച 50 രൂപ എടുത്തു കൊടുത്തു. ഇനിയൊരു ഇടവേള. ഇവരൊക്കെ ആരാണ് ഈ ന്യൂസ് എഴുതുന്നത്? പട്ടി അടിച്ചതും കുറെ നാൾ പീഡനം കേസിൽ വിട്ടു. കോളേജിലോ? ഞാനോ? മുന്നേരം കുടിക്കും, അത് കഴിഞ്ഞ് തേക്കും. വീണ്ടും വാർത്തയിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് കാലാവസ്ഥ നോക്കാം. ചിലപ്പോൾ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, മഴ പെയ്യാതിരിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ വെയിൽ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ വെയിലില്ലാതിരിക്കാൻ ചാൻസ് ഉണ്ട്. മഴയുണ്ടെങ്കിൽ കുട എടുക്കുക, വെയിലാണെങ്കിൽ സൺസ്ക്രീൻ വയ്ക്കുക. അതാണ് നിങ്ങളുടെ ഇഷ്ടം. ഇനി അടുത്തതായി നമുക്ക് ഊട്ടിയിലെ തണുപ്പിൽ നിന്ന് ചൂടായ ഒരു വാർത്ത കിട്ടിയിരിക്കുന്നു. തന്റെ ഭാര്യയെ ഊട്ടിയിൽ ഫ്ലവർ ഷോ കാണിക്കാമെന്ന് കൊണ്ടുപോയി കൈറ്റിക് ബിജുവിന് അറസ്റ്റ് ചെയ്തു. ഷൈല ജോർജ് എന്ന ഭാര്യ പരാതി കൊടുത്തതിന് ശേഷം കൈറ്റിക് ബിജുവിനെ ഇന്ന് കോർട്ടിൽ ഹാജരാക്കി. 10 ദിവസം റിമാൻഡാണ് ബിജുവിന് എഴുതിയിരിക്കുന്നത്. കൂടുതൽ വിശേഷം അറിയാനായി നമുക്ക് ഊട്ടിയില് വിദ്യയോട് ചോദിക്കാം. വിദ്യ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇത് എങ്ങനെ സംഭവിച്ചു? എന്തിന് സംഭവിച്ചു? ഞങ്ങളുടെ പ്രേക്ഷകർക്ക് അറിയേണ്ടത് അതാണ്. ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ അറിയണം എന്തുകൊണ്ട് ഇത് സംഭവിച്ചു. വിദ്യ കേൾക്കുന്നുണ്ടോ? വിദ്യ, ഇത് എന്തുകൊണ്ട് സംഭവിച്ചു? വിദ്യ, ഞങ്ങൾക്ക് അറിയേണ്ടത് ഇത് എന്തുകൊണ്ട് സംഭവിച്ചു, ഇത് എങ്ങനെ സംഭവിച്ചു, എന്തിന് സംഭവിച്ചു, ആർക്ക് വേണ്ടി സംഭവിച്ചു? ഞാൻ പറയാൻ പോകുന്നത് എന്നാലും അത് ശരിയാണോ? തന്റെ ഭാര്യ ഫ്ലവർ ഷോ കൊണ്ട് ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങളോട് ഇന്ന് തന്നെ പറയണം. പ്രേക്ഷകർ അത് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെ അഞ്ജു, ഞാനിപ്പോൾ ഊട്ടിയിലാണ്. ഊട്ടിയിലെ സബ്ജിയുടെ മുമ്പിലാണ്. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ കൈനറ്റിക് ബിജു നമ്മുടെ നാട്ടിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് വന്നു. പുള്ളിയുടെ ഭാര്യയായിട്ടാണ് വന്നത്, ഷൈജയുമായിട്ട്. പക്ഷേ പുള്ളിയുടെ തീരുമാനം, പുള്ളിയുടെ പ്ലാന് പട്ടിയും കൊണ്ട് ഷൈജയെ കടിപ്പിക്കാനായിരുന്നു. ഷൈജയെ കടിച്ചില്ല. പക്ഷെ പുള്ളി എന്തോ ചെയ്തു, പുള്ളി ഷൈജയെ എടുത്ത് പട്ടിക്ക് നേരെ എറിയാൻ നോക്കി, കൊല്ലാൻ നോക്കി. പക്ഷെ അന്നിട്ടും പട്ടി കടിച്ചില്ല. ഇതിപ്പോ നമുക്ക് കിട്ടിയിരിക്കുന്നത് പട്ടി ദിലീപ് വിട്ടതാണെന്നാണ്. നമുക്കൊന്നും അറിയത്തില്ല. പട്ടിയുടെ തുടങ്ങി ആദർശ അയച്ചിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ സ്ഥലം DGPയോട് നമുക്ക് സംസാരിക്കാം. മാഡം, ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അതായത് ഈ കൈനറ്റിക് ബിജു എന്ന് പറയുന്ന ഒരു വലിയ ഭൂമാഫിയുടെ ആണ്. സ്വന്തം ഭാര്യ പട്ടിയുടെ മുള്ളിൽ കയറിയിട്ട് കൊടുക്കുകയായിരുന്നു. അവിടെ നിന്നൊക്കെ പട്ടിയുടെ തോലും ഷൈജയുടെ തലയുടെ മുടി കിട്ടിയിട്ടുണ്ട്. നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ പുതിയ ഒരു വിധത്തിൽ സമ്മതിക്കുന്നു. നമ്മുടെ അടുത്ത് എന്തുവാണ് വിദ്യ, അവിടെ ബിജുവിന്റെ പ്രതികരണം എന്താണ്? കൈനറ്റിക് ബിജുയുടെ പ്രതികരണം എന്താണ്? ഇപ്പൊ കൈനറ്റിക് ബിജുവിന്റെ പ്രതികരണം എന്താ? ഇപ്പൊ പുട്ടും പഴം കഴിക്കാണ്. പഴം പഴുത്തതായിരുന്നോ? ഊട്ടിയില് എങ്ങനെയാ അത് കൊടൈക്കനാൽ എന്തിനാ പോകുന്നത്? സർക്കാർ കൊടൈക്കനാൽ വിടുവോ? എന്തായാലും അവിടെ വരെ പോകുന്നല്ലേ, തണുപ്പൊക്കെ അവിടെ നോക്കിട്ട് വരാം. എന്താണ് ബിജുവിന്റെ ബിജുന്ന് വെച്ചാല് ഈ ഷൈജ എന്ന വ്യക്തി വളരെ നല്ലൊരു വ്യക്തിയാണ്. ഷൈജ എന്ന് പറയുന്ന പുള്ളിക്കാരി ഫ്ലവർ ഷോയ്ക്ക് വേണ്ടി മാത്രം വന്നതാണ്. പക്ഷെ മനഃപൂർവ്വം ഒരു പട്ടിയുടെ പുള്ളിക്ക് വനിതാ കമ്മീഷനൊക്കെ ഇടപെട്ടിട്ടുണ്ട്. നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ജയിലിലെ മരണവും കൈനറ്റിക് ബിജുയുടെ ഒരു അതില് കൈനറ്റിക് ബിജുയുടെ ഇൻവോൾവ്മെന്റ് എന്നാണ് പൂർണ്ണമായും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈനറ്റിക് ബിജുവിനെ
തോന്നുന്നു പഴയ നടൻ ജയന്റെ ആ ഒരു മരണത്തിന് പങ്കുണ്ട്. കാരണം ഹെലികോപ്റ്ററിൽ തള്ളിയിടാൻ നേരം ബിജു അതിലുണ്ടായിരുന്നു എന്നാണ് ഇപ്പോ കിട്ടിയത്. ബിജു എന്താണ് ബിജുന്റെ അവസ്ഥ? ബിജു കഴിക്കുന്നുണ്ടോ? ബിജു സങ്കടപ്പെട്ടിരിക്കുകയാണോ? ബിജു കഴിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ബിജുവിന് സങ്കടമുണ്ട്. പക്ഷെ ഞങ്ങൾ ഇവിടെ ഒരു പിക്നിക് നടക്കുന്നുണ്ട്, അവിടുത്തെ ഫുഡ് ബാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ബിജുവിന് കിടക്കാൻ വേണ്ടി പാലിന് പുറത്ത് ഫുഡ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പ്രാഥമിക ആവശ്യങ്ങൾക്ക് കൂടി ഒരു കലം കൊടുക്കുന്നുണ്ട്. അതെല്ലാം കഴുകി വൃത്തിയാക്കുന്നത് ബിജു തന്നെ. വിദ്യ, ഈ ചൂടായ വാർത്ത ഞങ്ങൾക്ക് എത്തിച്ചതിന് ഒരുപാട് നന്ദി. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്തതായി 9 മണിക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വീണ്ടും ട്യൂണിംഗ് ചെയ്യുക. നന്ദി, നമസ്കാരം.